നിങ്ങളുടെ മകൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് വഴക്കിട്ട് വിവാഹമോചനം കഴിഞ്ഞ് നിൽക്കുമല്ലേ? അങ്ങനെയുള്ള ആള് താലിയെടുത്ത് കൊടുത്താ പെണ്ണിന്റെ ജീവിതം ശരിയാവും തോന്നുന്നുണ്ടോ? അമ്മേ, അങ്ങനെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അമ്മേ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഉള്ള മനസ്സമാധാനം ഇല്ലാതാവും. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്റെ കൈകൊണ്ട് താലി എടുത്തു കൊടുത്ത ആ ചെറുക്കന്റെ ജീവിതം നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും പേടിയമ്മേ. അങ്ങനെ ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു എന്ന് കരുതി ഞാൻ വീണ്ടും ഒരു കല്യാണം കഴിച്ച് എന്റെ ജീവിതം നശിപ്പിക്കണോ? ആ വിവരം ഇല്ലാത്തവരോട് വെല്ലുവിളിച്ച് എന്തിനാ? വിക്രം, ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം നിന്നെ പറ്റി പറഞ്ഞ എനിക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് കരുതി എനിക്ക് നിന്നെ പോലെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ജീവനാടാ നിന്നെ. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. ഇന്ന് അത്ര ആളുകളുടെ മുന്നിൽ വെച്ച് നീ രാശിയില്ലാത്തവനാണെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? ശരി, വിടണ്ട. എന്നെ പറ്റി ആരൊക്കെ മോശമായിട്ട് പറയുന്നോ അവരെയൊക്കെ അങ്ങ് കുത്തിക്കുന്നുകളാ. അതുകൊണ്ട് അമ്മ അവരോട് നടത്തിയ വെല്ലുവിളിക്കൊന്നും ഞാൻ ബലിയാടാവാൻ തയ്യാറല്ലമ്മേ. അപ്പോ നീ ഇനിയൊരു കല്യാണത്തിന് സമ്മതിക്കില്ല? അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടങ്ങ് മറന്നേക്ക്. വല്ലവന്മാരുടെ അടുത്തൊക്കെ വാശി കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കല്യാണം കഴിക്കുന്ന അമ്മ കരുതണ്ട. അമ്മയുടെ ശബ്ദം നിറവേറ്റാൻ വേണ്ടി എന്റെ ജീവിതം അമ്മ നശിപ്പിക്കാൻ നോക്കരുത്. ഒരു കല്യാണം കഴിച്ചാലും ഞാൻ അനുഭവിച്ചെല്ലാം എനിക്കേ അറിയൂ. വിജി എന്നൊരു പെണ്ണ് കാരണം ഞാൻ ജീവിതത്തിൽ ഓരോ നിമിഷവും നൊന്ത് നീറ് ജീവിക്കുക. അതിൽ നിന്നൊന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്ന എന്റെ മനസ്സിൽ വീണ്ടും തീ കോരിയിടാൻ വേണ്ടി ആരും ശ്രമിച്ചേക്കരുത്. ഞാൻ എന്റെ മകന് വേണ്ടി, അവന്റെ സന്തോഷത്തിന് വേണ്ടിയാ ആരെയും ശല്യം ചെയ്യാൻ വരാതെ ഒരു മൂലയ്ക്ക് ഞാൻ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നത്. അവന്റെ മനസ്സിൽ അവന്റെ അമ്മയുടെ ചിന്ത വരാതിരിക്കാൻ വേണ്ടിയാ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് കൂടി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിനി എന്റെ ജീവിതത്തെക്കാളും എന്റെ മകൻ കവിന്റെ ജീവിതം മുഖ്യം. നിനക്ക് നിന്റെ മകന്റെ ജീവിതം എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ എനിക്ക് എന്റെ മകന്റെ ജീവിതവും പ്രാധാന്യമുള്ളതാ. നിന്റെ ജീവിതത്തില് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാ സംഭവിച്ചത്. അതിനെ മാറ്റാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണമെന്നാണോ? ഏതൊരാളും ജീവിതത്തിൽ ഒരു അവസരം നഷ്ടമായാൽ മറ്റൊരവസരം തെരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോ നിനക്കെന്താ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച? നിനക്കെന്താ ഒരു കുറവുള്ളത്? സ്വത്ത്, പഠിപ്പ്, സൗന്ദര്യം ഇതെല്ലാം നിനക്കില്ലേ? നിന്റെ ഈ ചെറുപ്രായത്തില് ഒരു ഭാര്യയുടെ പിന്തുണയില്ലെങ്കിൽ അത് വലിയൊരു കുറവായി നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും കാണും. കാണട്ടെ, കണ്ട് ആസ്വദിക്കട്ടെ അമ്മേ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു വേവലാതിയില്ല. നിനക്ക് വേവലാതി ഉണ്ടാവില്ലായിരിക്കാം, എന്നാൽ എനിക്കുണ്ട് മോനെ. നിന്റെ മകൻ വളർന്ന് ആരെങ്കിലും എന്നെ അപമാനിച്ച പോലെ അവനെ അപമാനിച്ച അവനെ കൊണ്ടത് താങ്ങാൻ കഴിയോ? ഞാൻ കവിനും കൂടി വേണ്ടിയാ നിന്നോടീ പറയുന്നേ. നീ ഒരു കല്യാണം കൂടി കഴിച്ചേ മതിയാവൂ. അതെന്റെ തീരുമാനാ. പറ്റില്ലമ്മേ. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് വേറൊരു കല്യാണത്തിന് സമ്മതം മൂളാൻ പറ്റില്ല. ഇതാണ് എന്റെ തീരുമാനം. ആവശ്യമില്ലാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് അമ്മ ഒന്ന് വരുത്തി വെക്കണ്ട. വിട് ദേവയാനി, അവന്റെ ഇഷ്ടം പോലെ കുറച്ചു നാൾ പോട്ടെ. അവനെ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാം. ഇത്രയും കാലം മനസ്സിലാക്കാത്തവനെ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അവന്റെ സമയദോഷം ഒന്ന് മാറിയ അവൻ തന്നെ നിന്നോട് വന്നൊരു പെണ്ണന്വേഷിച്ച് കണ്ടെത്താൻ പറയും. നീ വിഷമിക്കണ്ട. ഗോവിന്ദ, മാഡം, എനിക്കിന്ന് ഓഫീസിൽ പോകാൻ കഴിയില്ല. എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തേക്ക്. ഓക്കെ മാഡം. അതെ 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 കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഈ സമയത്ത് വന്ന് ഇങ്ങനെ പണിയെടുത്തിട്ട് ബാക്കിയുള്ള ശല്യപ്പെടുത്തി എങ്ങനെയാ? ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ പണിയെടുക്കുന്നു പറഞ്ഞാലും ഓണർ വിശ്വസിക്കില്ല. ഓണർ ചോദിച്ചാൽ ഞങ്ങൾ എന്താ മറുപടി പറയാ? ഒന്ന് പെട്ടെന്ന് ശരിയാക്കാൻ നോക്ക്. മനുഷ്യനെ കിടത്താൻ. അയ്യോ മേഡം മേഡം, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ഇത് ഈ ക്യാമറ ശരിയാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബില്ല. ഈ ബില്ലൊന്ന് അവിടെ കൊടുത്തിട്ട് ക്യാഷ് ആയിട്ടൊന്ന് വാങ്ങിച്ചിട്ട് വരണം. എന്താ
ഈ ജോലി കൂടി നിനക്ക് ചെയ്യാൻ വയ്യ? നിനക്ക് വേറെ എന്ത് വലിയ പണിയാ ഇവിടെ ഉള്ളത്? നീ തന്നെ ബില്ല് കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിക്കൊടുക്ക്. ഇവരാണെങ്കിൽ എപ്പോ നോക്കിയാലും ദേഷ്യപ്പെട്ട് കലിപ്പിട്ട് എല്ലാവരും